Okay, there are three ways or modes to issue shares. 10 രൂപയുടെ ഒരു ഷെയർ നമുക്ക് മൂന്ന് രീതിയിൽ ഇഷ്യൂ ചെയ്യാം. ഒന്ന് ഇഷ്യൂഡ് അറ്റ് പാർ, മറ്റൊന്ന് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, then next one issued at discount. മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? സോ നമുക്ക് എന്താണ് ആദ്യം ഈ 10 രൂപ എന്നുള്ളത് അറിയണം. This is called face value of share. Face value of share. പിന്നെ നമ്മൾ ഷെയറിന്റെ ഫേസ് വാല്യൂ എന്നാണ് പറയുന്നത്. എന്താ പറയാ? ഫേസ് വാല്യൂ ഓർ നോമിനൽ വാല്യൂ എന്ന് പറയുന്നതാണ്. നോമിനൽ വാല്യൂ അതിന്റെ ഒറിജിനൽ പ്രൈസ്, കറക്റ്റ് പ്രൈസ് എത്രയാ? 10 രൂപ. So let's learn what is par. When shares are issued at par, which means shares are issued at its face value. ഫേസ് വാല്യൂ തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ 10 രൂപയുടെ ഷെയർ എത്ര രൂപയ്ക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്? 10 രൂപയ്ക്ക് തന്നെയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയാ? ഷെയർസ് ഇഷ്യൂഡ് അറ്റ് par. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കേ ആണോ? ഓക്കേ. നെക്സ്റ്റ് issued at discount. When shares are issued less than its face value. 8 രൂപ എന്ന് പറയുന്നത് 10 രൂപയേക്കാളും എന്താണ്? ലെസ്സർ എമൗണ്ട് ആണ്, ലോവർ എമൗണ്ട് ആണ് അല്ലേ? When shares are issued at lesser nominal value or less than the face value അല്ലേ? ഫേസ് വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ we can call it as shares issued at discount അല്ലേ? നമ്മൾ ഒരു കാര്യം വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ എന്തിനാ ആഗ്രഹിക്കും? ഡിസ്കൗണ്ടിനാണ്. നമ്മൾ ഒരു കാര്യം വിൽക്കാൻ പോകുമ്പോൾ എന്തിനാ ആഗ്രഹിക്കില്ല? ഡിസ്കൗണ്ടിന് ആഗ്രഹിക്കില്ല. ശരിയല്ലേ? ഓക്കേ. അപ്പം ഡിസ്കൗണ്ട്, shares issued at discount. അപ്പം മൂന്നാമത്തെ ടേം നിങ്ങൾ പറയില്ലേ? when shares are issued at more than its face value is termed as issued at premium. Simple concept അല്ലേ? കമ്പനി അക്കൗണ്ട്സിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയും, ഓക്കേ, a company has 1000 shares issued at a premium of 10%. Okay, amount collected. For example, on application 3 on application 3 ആവുന്നത് 3 ആണ്. അലോട്ട്മെന്റ് വാങ്ങിക്കുന്നത് 4 ആണ്. ഓക്കേ, then ഫസ്റ്റ് കോൾ വാങ്ങിക്കുന്നത് 4 3 7 ആയി അല്ലേ? ഓക്കേ, 2 ആണ്. then സെക്കൻഡ് കോൾ വാങ്ങിക്കുന്നത് 2 രൂപയാണ്. ഇത് മിസ്റ്റേക്ക് ഉണ്ടോ? ടോട്ടൽ ചെയ്ത് 4 3 7 7 2 9 9 2 11. 10 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ എത്ര വരിക? 1 രൂപയാണ്. അപ്പോൾ 10 രൂപയും പ്ലസ് 1 രൂപയും ചേർന്നാൽ എത്രയാണ്? 11 രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എന്തിലുള്ളതാണ്? പ്രീമിയത്തിലുള്ളതാണ്. ഇനിയിപ്പം നെക്സ്റ്റ് ഏതിലാണ് പ്രീമിയം ഉള്ളത് നമ്മൾ പറഞ്ഞില്ല. ഈ മൂന്നിനകത്ത് 1 രൂപ പ്രീമിയം ആണോ? ഈ 4നകത്ത് 1 രൂപ പ്രീമിയം ആണോ? ഈ 2നകത്ത് 1 രൂപ പ്രീമിയം ആണോ? ഈ 2നകത്ത് 1 രൂപ പ്രീമിയം ആണോ? ഒന്നുകിൽ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയും including premium. For example, the first call ബ്രാക്കറ്റിൽ, ഓക്കേ, ഫസ്റ്റ് കോൾ 2 രൂപയാണ്, ബ്രാക്കറ്റിൽ including premium എന്ന് പറയും. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കണ്ട. അലോട്ട്മെന്റിന്റെ കൂടെ ചിലപ്പോൾ ബ്രാക്കറ്റിൽ എന്ന് പറയും including premium എന്ന് പറയും. അപ്പോഴും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇടും if nothing is mentioned, അങ്ങനെയൊന്നും പറയുന്നില്ല, അങ്ങനെയൊന്നും ഒരു ഇൻഫർമേഷൻ പറയുന്നില്ല എങ്കിൽ, ഓക്കേ, നമ്മളോട് ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഇട്ടതൊന്നും നമ്മളോട് പറയുന്നില്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രീമിയം എപ്പോഴും ഉണ്ടാവുക അലോട്ട്മെന്റിനകത്താണ്. എവിടെയുണ്ടാവുക? അലോട്ട്മെന്റിനകത്താണ് പ്രീമിയം ഉണ്ടാവുക. നിങ്ങളോട് ഒന്നും പറയുന്നില്ലെങ്കിൽ എവിടെ ഉണ്ടാവുക? അവിടെയാണ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? എവിടെ ഉണ്ടാവുക? അലോട്ട്മെന്റിനുള്ളിൽ എന്നിട്ട് ആ പ്രീമിയം
ക്ലിയർ? അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ ആ പ്രീമിയത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അതിന്റെ ജേണൽ എൻട്രി ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനി ചില കേസില് നമ്മള് നോക്കിയ 10 രൂപയുടെ ഷെയർ ആണ്. 10 രൂപയുടെ ഷെയർ ആണ്. അപ്പൊ അതില് 10,000 shares issued at issued as 2 on application, 2 on allotment, 3 on first of all padre 7 അല്ലേ, 2 on final term, and the sum for 7 to 9 അല്ലേ, means ഇങ്ങനെയാണല്ലോ. Is it on premium or par on discount? Discount. എവിടെയാണത്? ഡിസ്കൗണ്ടിലാണ് അല്ലേ? അപ്പം ആ ഡിസ്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മള് ഇതിന്റെ ഒരു കേസ് പറഞ്ഞു, ഇതിന്റെ ഒരു കേസ് പറഞ്ഞു. ഇതിന്റെ കേസ് ഞാൻ പറയൂല, കാരണം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ആ കേസാണ്. നമ്മളിപ്പോ ഒരു പ്രോബ്ലം ചെയ്തില്ലേ? 10 രൂപയുടെ ഷെയർ ഇങ്ങനെ കരുതിയത് 3 രൂപ 2 രൂപ 2 രൂപ 3 രൂപ ഇങ്ങനെയല്ലേ? എത്ര വാങ്ങിയത്? 10 രൂപയുടെ ഷെയർ എത്ര വാങ്ങിയത്? 10 രൂപയാണ്. അപ്പൊ നിങ്ങൾ നേരത്തെ ചെയ്ത വർക്ക്ഔട്ട് ചെയ്ത പ്രോബ്ലം എന്താണ്? പാറിലുള്ളതാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? നമുക്ക് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിയാൽ 10 രൂപയുടെ ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് അലോട്ട്മെന്റ് 2 rupees, sorry, application 2 rupees, allotment 3, then first call 3, second call 3, total 11. 10 രൂപയിൽ നിന്ന് 11 വാങ്ങുന്നെങ്കിൽ ഈ ഷെയർ ഇഷ്യൂ ചെയ്തത് എന്തിലാണ്? പ്രീമിയത്തിലാണ്. പ്രീമിയം മോർ ദാൻ ഇറ്റ്സ് ഫേസ് വാല്യൂ. സോ ഇത് എങ്ങനെ റെക്കോർഡ് ചെയ്യണം? നമുക്ക് ഇവിടെ 100 ഷെയർ ആണ് എന്ത് ഈ വ്യക്തിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇയാളെടുത്ത് കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോളൂ. ആദ്യം ഞാൻ എഴുതാൻ പോകുന്നത് അപ്ലിക്കേഷൻ കിട്ടുന്നതാണ്. അപ്ലിക്കേഷൻ കിട്ടുന്നത് ജേണൽ എൻട്രി bank account debit to share application. എത്ര എമൗണ്ട് വരിക? 2 into 100 അല്ലേ? 2 into 100 എത്ര വരും? 200. നരേഷൻ എന്താ എഴുതുക? അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. അടുത്ത ജേണൽ എന്താ? അപ്ലിക്കേഷൻ ടു ഷെയർ ക്യാപിറ്റൽ. ഓക്കേ, ഷെയർ അപ്ലിക്കേഷൻ ടു ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. എത്ര രൂപയാ? സെയിം എമൗണ്ട് 200. നോക്കിയാൽ നമ്മളെ ഇതിൽ പ്രീമിയം എവിടെയാണുള്ളത് നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇറ്റ്സ് ഇൻ അലോട്ട്മെന്റ്. അലോട്ട്മെന്റിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എത്ര രൂപ ഉണ്ടാവും? 1 രൂപയല്ലേ? 10ന് 11 വാങ്ങുന്നാൽ 1 രൂപയല്ലേ പ്രീമിയം? അപ്പൊ അലോട്ട്മെന്റിലേക്ക് പോകേണ്ട എമൗണ്ട് എത്രയായിരിക്കും? 2 രൂപയും. ശരിയല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഈ 3 രൂപയും നമ്മൾ മനസ്സിലാക്കണം. ആ 3 രൂപയ്ക്കകത്ത് 2 രൂപ എങ്ങോട്ട് പോകണം? അലോട്ട്മെന്റിലേക്ക് പോകണം. 1 രൂപ എന്താണ്? പ്രീമിയമാണ്. എന്താണ്? പ്രീമിയമാണ്. അപ്പൊ പ്രീമിയത്തിനെ റെക്കോർഡ് ചെയ്യാം. മക്കളെ നല്ലോണം ശ്രദ്ധിച്ചോളൂ. പ്രീമിയത്തെ റെക്കോർഡ് ചെയ്യാൻ നമ്മൾ ഒരു പുതിയ അക്കൗണ്ട് അങ്ങോട്ട് ഓപ്പൺ ചെയ്യും. ആ അക്കൗണ്ട് വിളിക്കുന്ന പേരാണ് മക്കളെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. എന്താണ്? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. എന്തുകൊണ്ടുവന്ന അക്കൗണ്ടാണ്? പ്രീമിയം 1 രൂപയല്ലേ എക്സ്ട്രാ കിട്ടിയ, അതിനെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക്. അപ്പൊ നോക്കിക്കോളൂ, നമ്മൾ ജേണൽ എൻട്രി എഴുതാൻ പോവാണ്. എന്തിന്റെ? അലോട്ട്മെന്റ് ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി എഴുതാൻ പോവാണ്. എന്താണ് മക്കളെ അലോട്ട്മെന്റ് ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ്. എത്ര രൂപയാ?
3 into 100 അല്ലേ? 3 into 100 എത്ര വരും? 300. 2 ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിലേക്ക് എത്രയേ പോവുള്ളൂ? 2 രൂപയെ പറഞ്ഞേക്കാൻ പറ്റുള്ളൂ. എത്രയേ പറ്റുള്ളൂ? 2 രൂപ. അപ്പൊ അതുകൊണ്ട് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 100 into 2 200. ബാക്കി കിടക്കുന്ന ഒരു 100 രൂപയിലെ അത് എന്താണ്? പ്രീമിയം ആണ്. അത് എന്തിലേക്ക് നമ്മൾ പറഞ്ഞേക്കുക? സെക്യൂരിറ്റി പ്രീമിയത്തിനകത്തേക്കാണ് നമ്മൾ പറഞ്ഞേക്കുക. അതുകൊണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. ഓക്കേ, അപ്പോൾ നമ്മൾ നരേഷൻ ഇതാണ് അലോട്ട്മെന്റ് ബിക്കം ഡ്യൂ. അലോട്ട്മെന്റ് ബിക്കം ഡ്യൂ. ഇത് കഴിഞ്ഞില്ല. ഇനി എന്താണ് അലോട്ട്മെന്റ് കിട്ടുന്ന ജേണൽ എൻട്രി? എന്താ മക്കളെ ജേണൽ എൻട്രി? യെസ്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ്. എത്ര കിട്ടും? 300 കിട്ടും. 300. ഓക്കേ അല്ലേ? ഓക്കേ. അപ്പോൾ റെസീറ്റ് ഓഫ് അലോട്ട്മെന്റ്. ബാക്കിയുള്ള ജേണൽ എൻട്രി ഞാൻ പറയണമെന്നില്ല, നിങ്ങൾക്ക് അറിയാം. അറിഞ്ഞൂടെ? എന്താ ഫസ്റ്റ് ക്വാളിറ്റി വന്നത്? 3 into 100 journal entry. Share first call account debit to share capital 300. Receipt of first call. Bank account debit to share first call. എത്ര? 300. Second call due വന്നതാ? Second call account debit to share capital എത്ര? 3 into 100 300. Then second call receive ചെയ്യുന്നു journal entry. Bank account debit to ക്ലിയർ ആണോ? പെർഫെക്റ്റ് ആണോ?